ഓ അത് ഞാൻ വരാം. രാഗിയൊക്കെ വന്നായിരുന്നാ? ഓ അത് ശരി ശരി. അന്വേഷണം പറയണേ. നിങ്ങൾ വൈകുന്നേരത്തിന് മുമ്പ് എത്തണം. കൊച്ചിനെ വിളിക്കാം ഞാൻ. ഒന്ന് ഞാനോ റൊണാൾഡോ അതെന്തെങ്കിലും ചെയ്തോളാം ഞാൻ. ശരി ശരി, വേഗം വരണേ. വാടാ. നീ കഴിച്ചാ? ഞാൻ കഴിച്ചു. നമുക്ക് പ്രശ്നമല്ലല്ലോ. കമ്പനിക്ക് വേണേ ഒരു കഴിപ്പ് കഴിക്കാം. ആരാ കമ്പനിക്ക്? ഓ അങ്ങനെ. പിന്നെ ഞാൻ വന്നത് ഒരു കച്ചവടത്തിനെ കുറിച്ച് പറയാം. എന്താ വെച്ചാണ്? ഒന്ന് മതി. അയ്യോ അല്ല, 2 കുതിരയുള്ള സാമ്പാർ ഇല്ലത്. എന്താ കാര്യം പറഞ്ഞോ? പപ്പയുടെ ബുള്ളറ്റ് ഇവിടെ കൊണ്ടുവന്ന് ഓർമ്മയുണ്ടോ? മറക്കാൻ പറ്റില്ലല്ലോ. അത് കൊണ്ടുപോകണമെന്നപ്പോഴാ ഒരു കാര്യം മനസ്സിലാക്കി. മച്ചമ്പിക്ക് ബുള്ളറ്റ് നന്നായിട്ട് ചെയ്യും. ഇരുന്ന വേറൊരു സെറ്റപ്പാണ്. എൻ്റെ ഒരു കൂട്ടുകാരൻ ആൽബി എന്ന് പറഞ്ഞിട്ടുണ്ട്. ബാംഗ്ലൂർ ജോലിയായിരുന്നു. അവൻ്റെ 2019 ബുള്ളറ്റ് ഇരുന്നുണ്ട്. 12,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. കാരണം ബാംഗ്ലൂർ കൊണ്ടുപോയി അവിടെ കമ്പനിയിൽ നിന്ന് പോകും, ഫ്ലാറ്റ് വരും. ഞാനിപ്പോൾ ഇങ്ങോട്ട് ഇനി വന്നു കിണ്ണം വണ്ടി കൊടുക്കാൻ, കാർ എടുക്കാൻ വേണ്ടിയിട്ട്. നോക്കട്ടോ. നോക്കിട്ട് വാ. നീ പോയി നോക്കിട്ടോ, എൻ്റെ പൈസ ഒന്നുമില്ല. ഞാനെന്തിനാ നോക്കുന്നത്? മച്ചമ്പിക്ക് മേടിക്കുന്ന കാര്യമാണ് പറഞ്ഞേ. എനിക്ക് വണ്ടി ഉണ്ടായാലും അത്യാവശ്യമല്ലേ മച്ചമ്പിക്ക്? ഇപ്പൊ തൽക്കാലം ഒന്നും വേണ്ട. നീ ആടെ കൊച്ചു ട്യൂഷന് പോയിട്ടുണ്ട്. ഞാൻ വിളിച്ചോണ്ട് വരാം. ഉച്ചയാകുമ്പോ 1 മണിക്കൂർ നേരത്തെ അവിടെ പോകുന്ന അവനെ വിളിച്ചോണ്ട് വരണം. അതൊക്കെ ഞാൻ കൊണ്ടുവരാം. ഇത് പറ. ഏത്? ഞാൻ പറഞ്ഞത് 10-20 രൂപ കൊടുത്തിട്ട് ബാക്കി നമുക്ക് ഫിനാൻസ് റീഫിനാൻസ് ഇട്ട് തരാം. കടമുള്ള പരിപാടി എനിക്ക് വയ്യട, അതുകൊണ്ടാണ് ചുമ്മാ. മച്ചമ്പി അത് എടുക്കും. മച്ചമ്പി 19 രൂപ കച്ചവടം ആക്കാം. വണ്ടി കിണ്ണം വണ്ടിയാണ്. ബാക്കി കളറല്ല, ബ്ലാക്ക് വണ്ടിയാണ്. നോക്കട്ടെ. അപ്പൊ ഞാൻ അവനടുത്ത് പറയട്ടെ മച്ചമ്പി വണ്ടി കാണാൻ വരുമെന്ന്. നിനക്ക് എത്ര കമ്മീഷൻ? അതെന്തൊരു വെക്കാനാ മച്ചമ്പി? റൊണാൾഡോ കമ്മീഷൻ മേടിക്കും. പക്ഷെ കുടുംബക്കാരായിന്ന് മേടിക്കത്തില്ല. ഞങ്ങള് കൊടങ്ങാള ഫാമിലിയാണ്. കുടുംബക്കാരായിന്ന് മേടിക്കത്തില്ല. മച്ചമ്പിക്ക് എന്റെ കമ്മീഷൻ അതിനകത്ത് കുറച്ചാൽ. അതൊന്നും വേണ്ടേ, നമുക്ക് എന്തായാലും നോക്കാം കേട്ടാ. എന്നിട്ട് മാമനും അമ്മയും കൂടെ എല്ലാ ദിവസവും വഴക്കാം. എന്തിന്? അത് നമ്മള് മാമന്റെ വീട്ടിന്റെ മുമ്പ് കൂടെ പോകുന്നത്. അതുകൊണ്ട് മാമൻ പറയാ അതിലേ പോണ്ട, വേറെ വഴി എടുത്തു പോവാൻ. മാമൻ അല്ലെങ്കിൽ അവിടെ മതില് വെക്കും, നമ്മളെ കാലും കൈയും വെട്ടോന്നൊക്കെ പറഞ്ഞു. ആണോ? കഴിഞ്ഞ ദിവസം ഉണ്ടല്ലോ. രഘു ഉണ്ടോ? രഘു ചേട്ടാ, ചേട്ടാ മേസ്ത്രി വന്നോ? എത്തിയാ? മതിലിന്റെ കാര്യത്തിന് അതൊക്കെ മമ്മട്ടി കട കിടക്കട്ടെ. ശരി, പറഞ്ഞ പോലെ കല്ലും കട്ടയൊക്കെ ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. ഇനി സിമെന്റും കൂടെ ഇറക്കിയാൽ മതി. ആണാ നമ്മൾ പറഞ്ഞെന്ന് പറഞ്ഞാൽ വേണ്ട സംഭവം ഇവിടെ നിന്ന് ഇങ്ങനെ തുടങ്ങണം. ഇവിടെ തുടങ്ങി ദാണ്ട ഇതുവഴി കെട്ടി അവിടെ കൊണ്ട് ആ മൂലയിൽ നിന്ന് അതുകൊണ്ട് അങ്ങറ്റ മതിലില്ലേ അവിടെ കൊണ്ട് ജോയിന്റ് ചെയ്യിപ്പിക്കണം. അപ്പൊ അത്രയുള്ള മതിലാണ് അവർ കെട്ടേണ്ടത്. അപ്പൊ നമ്മൾ എത്ര കല്ല് പറഞ്ഞത്? 1000 കല്ല്. അപ്പൊ 1000 കല്ല് കൊണ്ട് 2 സൈഡും കെട്ടാല്ല. ഈ ഹൈറ്റിൽ തീരും. ആ ഹൈറ്റ് പറ്റൂല. അപ്പൊ ഒരു കാര്യം ചെയ്യും, അപ്പുറത്ത് കെട്ടണ്ട, ആ കല്ലും കൂടെ ഇവിടെ വെച്ച് കെട്ടും. ഒരു 5 അടി ഹൈറ്റ് കിട്ടി. 5 അടിയൊന്നും പറ്റൂല. അപ്പുറത്തൊരാള് സ്റ്റോളിട്ട് നിന്നാ പോലും ഇപ്പുറത്തുള്ളവരെ കാണാൻ പാടില്ല. അത് ശരിയാ. അപ്പൊ ഒരു കാര്യം ചെയ്യും, ഒരു 8 അടി കെട്ടിക്കും. കല്ല് എത്ര വേണം ഇറക്കി തടാ. എന്തായാലും ഇവിടെ മതില് നമുക്ക് കെട്ടിയിരിക്കണം എന്ന് പറഞ്ഞു. ഇങ്ങോട്ടോ സംഭവം നമുക്ക് മതിലല്ല വിഷയം, ഈ വഴി അടയണം. ഇങ്ങോട്ട് ഇനി വഴി നടക്കാൻ പറ്റില്ല. ഇവിടെ എങ്ങനെങ്കിലും ഈ മതിൽ കെട്ടി ഇവിടെ അടയ്ക്കണം. ഇനി അങ്ങോട്ട് ആരും ഇതുവഴി കയറി പോകാൻ പാടില്ല. കല്ല് എത്ര വേണോ ഞാൻ ഇറക്കി തരാം. ഓക്കെ. കെട്ടോ കെട്ടണോ? ഇവിടെ മതിൽ കെട്ടണോ? നീ എന്റെ ശവത്തിൽ കൂടെ മതിൽ കെട്ടത്തോളൂ. എടാ എന്ത് തന്നെയാലും എന്റെ കൊക്കിന് ജീവൻ ഉണ്ടെങ്കിൽ മതിൽ ഞാൻ കെട്ടി തീർത്തിരിക്കും. കൊക്കോ പ്രാവോ അതെനിക്ക് അറിയേണ്ട കാര്യമില്ല. എന്റെ അച്ഛൻ ഈ പുരയുടെ എനിക്ക് എഴുതി തന്നിട്ടുണ്ടെങ്കിൽ ഇത് വഴി ഞാൻ സഞ്ചരിച്ചിരിക്കും, അത് ഉറപ്പാ. എടേ 25 സെന്റ് സ്ഥലം നിനക്ക് തന്നില്ലാടെ വീട് വെക്കാൻ എല്ലാത്തിനും കൂടെ. അവിടെ അച്ഛൻ പറഞ്ഞില്ലേ ആ സൈഡിൽ കൂടെ വേണം നീ വഴിയെടുക്കാൻ. നിനക്ക് എപ്പോഴെങ്കിലും ഒരു കാർ വേണമെങ്കിൽ അതിലൂടെ കയറ്റിക്കൂടെ? ആ വഴി എടുത്താൽ മതി. ഇവിടെ എന്റെ ഈ 3 സെന്റ് സ്ഥലത്തായിട്ടല്ല നിനക്ക് വഴി ഉണ്ടാക്കേണ്ടത്. ചുമ്മാ നിന്റെ ഒക്കെ പ്രാക്ക് കാരണം കൊണ്ടാ എന്റെ വീട് സിമന്റ് പോലും പൂശാതെ ഇട്ടേക്കുന്നത്. ഓ നിനക്ക് ഇങ്ങനെ ഒരു വീടെങ്കിലും ഇല്ലേ? നീ ഞങ്ങളുടെ വീടൊന്ന് നോക്ക്, അതിന്റെ അവസ്ഥയൊന്ന് നോക്ക്. ഓ നീ പോടി അണ്ണാ. പൈസ നോക്കല്ലേ, എത്ര കല്ല് വേണോ ഞാൻ ഇറക്കി തരും. പൈസ എത്ര വേണോ? ഇവിടെ മതിൽ കെട്ടണം, അതാണ് ഇവിടെ എന്റെ വിഷയം. കെട്ടി അടച്ചു തരണം. മതിൽ കെട്ടിയിരിക്കും. ഓക്കെ. പെട്ടെന്ന് തീരുമാനം പറ. കെട്ടാൻ പറ്റില്ലേ? പറ്റും.
കെട്ടിയ കുഴപ്പം തോന്നുന്നു നീ കെട്ടി നോക്ക്. ഇല്ല എത്രയാണ് പറഞ്ഞിട്ടുണ്ടോ ഇവിടെ വരലെന്ന് ഈ മതിലിന്റെ പേരും പറഞ്ഞ് നീ ഇവിടെ വരാൻ തുടങ്ങി എത്രാമത്തെ പ്രാവശ്യം അറിയോ 16ാമത്തെ പ്രാവശ്യം ഇനി തന്നെ ഇവിടെ കണ്ടാണല്ലോ തന്റെ മുട്ടുകാലിൽ വിളിക്കും ഞാൻ അറിയാം നിങ്ങൾ തമ്മിൽ ഒരു തീരുമാനമാവും. എനിക്ക് വേറെ പണിയുണ്ട്. നിനക്കൊരു പണിയില്ല നിനക്ക് വേറെ പണി ഉണ്ടായിരുന്നു ഈ പണിക്ക് വരത്തില്ല അറിയാം പോരുത് അമ്മാര് പലതും പറയും അണ്ണാ എത്ര രൂപ വേണമെങ്കിലും ഞാൻ തരാം ചെയ്താ പ്ലീസ് കാല് പിടിക്കാം മനുഷ്യ, നിങ്ങൾ എന്തിനാ അങ്ങയുടെ കാല് പിടിക്കുന്നത്? പോയി അവളുടെ കാല് വെട്ട്. അത് ഞാൻ വെട്ടും അവളെ കാലല്ല അവളെ കഴുത്തി വെട്ടാൻ നീ പോകാൻ വേണ്ടി പെണ്ണുമ്പുള്ള വാക്കും കേട്ടോണ്ട് വെട്ട്, വെട്ട്, എടാ വെട്ടടാ, വെട്ട്, വെട്ടടാ. നീയെന്ന് എടാന്നല്ലേ എടി പണ്ട് നീ 10ാം ക്ലാസ്സിൽ പഠിച്ചിരുന്നപ്പോൾ സ്കൂളിൽ ഓണത്തിന് ഡാൻസ് കളിക്കണമെന്ന് പറഞ്ഞ് പാവാട വേണമെന്ന് പറഞ്ഞ് കരഞ്ഞപ്പോൾ എൻ്റെ കുടുക്ക പൊട്ടിച്ചാണ് നിനക്ക് പട്ടുപാവാടയും ബ്ലൗസും ഞാൻ വാങ്ങിച്ചെന്ന് അറിയാം അവള് എന്നെ പട്ട് പാവാട അറിയാമോ? ചന്തയിൽ പോയി 15 രൂപ പാവാട മേടിച്ച് എനിക്ക് കൊണ്ട് തന്ന് ഞാൻ സ്റ്റേജിൽ കയറി ഡാൻസ് കളിച്ചപ്പോഴത്തേക്ക് ദേ കിടക്കുന്ന കീറി നാണം കെട്ടിട്ട് ഓടേണ്ടി വന്നില്ല മനുഷ്യ. വൃത്തികെട്ടവനെ നീ അപ്പൊ തന്നെ എന്റെ പെണ്ണുമ്പുള്ള നാണം കെടുത്തിയല്ലടാ നിങ്ങൾ ഇതൊക്കെ കേൾക്കണം മനുഷ്യ. ഇപ്പൊ കല്യാണം കഴിഞ്ഞ് 10 വർഷമായി നിങ്ങൾ എനിക്ക് ഇതുവരെ ഒരു നൈറ്റ് എങ്കിലും വാങ്ങിച്ചു തന്നിട്ടുണ്ടോ? പിന്നെ ഇതൊക്കെ ആര് വാങ്ങിച്ചു തന്നത്? ഇതൊക്കെ എന്റെ ആങ്ങളെ എനിക്ക് വാങ്ങിച്ചു തന്നെയാണ്. വാങ്ങിച്ചു കൊടുക്കാത്ത ഭാഗ്യം, അല്ലെങ്കിൽ ഇപ്പൊ കീറി നൈറ്റ് ഇട്ടൊന്ന് നടന്നാനെയായിരുന്നു. നിങ്ങൾ ഇതൊക്കെ കേട്ടോണ്ടിരിക്കാത്ത തിരിച്ച് പറ മനുഷ്യ. ഞാൻ പറഞ്ഞ കൂടിപ്പോവും. എടി അമ്മ വലിച്ച് ഒരു തുള്ളി വെള്ളത്തിന് വേണ്ടി കിടന്നപ്പോ വെള്ളം കൊടുക്കാനെന്നും പറഞ്ഞ് കയ്യിലെ മോതിരം കാലിൽ കിടന്ന പൊലിസ് അരിഞ്ഞാണം വരെ നീ അടിച്ചു പറ്റിക്കൊണ്ട് പോയില്ലേ? സ്വർണ്ണത്തിലുള്ള അരിഞ്ഞാണം അടിച്ചു പറ്റിയ കാര്യമായിപ്പോയി. എന്റെ അച്ഛൻ മേടിച്ച സ്വർണ്ണ കിണ്ടി വിളക്ക് കത്തിക്കുന്ന മുറി അതാരെടുത്ത് ആ സമയത്ത് നിന്റെ ഭർത്താവിന്റെ ബന്ധുക്കൾ ഇവിടെ എന്റെ ഭർത്താവിന്റെ ബന്ധുക്കൾ മാത്രമല്ലെന്ന് നിന്റെ ഭാര്യയുടെ ബന്ധുക്കളും ഉണ്ടായിരുന്നു ഇവിടെ. വെറുതെ എന്നെ എന്റെ വീട്ടുകാരും പറഞ്ഞാലുണ്ടല്ലോ അവളുടെ ഒരു കിണ്ടി. നീ പോടി, വെറുതെ ഇടി പൊടി എന്നൊക്കെ വിളിച്ചിട്ടുണ്ടല്ലോ. വിളിപ്പൊടി, ഇനിയും വിളിക്കും. പൊടി പൊടി പൊടി. ഇനി ആ സ്വർണ്ണക്കരന്റെ കാര്യത്തിൽ ഒരു വഴക്ക് വേണ്ട, അത് മുക്കോണ്ടായിരുന്നു. എടേ കേട്ടാ സംഭവം എന്താണ് പറഞ്ഞു കേട്ടോ? ഇനി നിങ്ങളായി നിങ്ങളെ പടായി ഞങ്ങളെ പടായി ഈ മതിൽ ഞാൻ കെട്ടിയിരിക്കും. കാലം വരുവടി. നിന്റെ ഭർത്താവിന്റെ നിന്റെ ജീവൻ എടുക്കാൻ വേണ്ടി കാലം ഉടനെ വരും, അല്ലെങ്കിൽ നിന്റെ കാലിനായിട്ട് ഞാൻ മാറും. ആഹാ നിന്റെ ആവേശം ചോർന്നു പോയോ? നീ എന്നെ കൊലപാതകയാക്കും. എടാ ഞാൻ നല്ല കൊള്ളാണോ മനുഷ്യ. അയ്യോ അയ്യോ അച്ഛൻ്റെ തല പൊട്ടിയോണ്ടാ അന്ന് എന്നെ സ്കൂളിൽ നിന്ന് വിളിച്ചോണ്ട് വന്നത്. നീ കരയണ്ട, എൻ്റെ മാമനെ നല്ല മാമനാ. ആണോ? എൻ്റെ മാമൻ ദുഷ്ടനാ. എൻ്റെ മാമനെ എന്നെയും അമ്മേനെയും ഡാഡിനെയും ചേച്ചീനെയും എല്ലാരും ഇഷ്ടമാണ്, ജീവനാ. എൻ്റെ മാമന് നമ്മളങ്ങോട്ട് ചെല്ലുന്നത് പോലും ഇഷ്ടമല്ല, എപ്പോഴും വഴക്കാം. ഇവിടെ എന്തെങ്കിലും അടിവല്ലോ ഉണ്ടായാലേ മാമനല്ല സംസാരിച്ച് തീർക്കുന്നത്. ആണോ? എന്റെ മാമനെ പോലീസിലാ. ആണോ? ദേവി കരയണ്ട, നമുക്ക് മാമനോട് പറഞ്ഞു കൊടുക്കാം, പിന്നെ എല്ലാം മാമൻ നോയിക്കോളും. തക്കോട് താമസിക്കുന്ന ഇവിടെയാണോ? അല്ല, ഇതെന്റെ മാമന്റെ വീട്. അതാ എന്റെ വീട്. അപ്പൊ ഇവിടെ എന്താ മതിലില്ലാത്ത? അങ്ങനെ ചോദിച്ചാ അതെനിക്ക് അറിഞ്ഞൂടാ. സാറേ എന്തോടാ കാണിക്കണത്? ഞാൻ സാറിനെ തിരക്കി അങ്ങ് സ്റ്റേഷനിൽ പോയായിരുന്നു സാറേ. നീ റോഡൊക്കെ ഇങ്ങനെ ക്രോസ് ഇറങ്ങിയ നിന്റെ അധ്യയനന്റെ ലൈസൻസ് പിടിച്ച് കെട്ടിയാൻ പണത്. ആ വണ്ടി എങ്ങനെയെങ്കിലും ഒന്ന് സെറ്റ് ചെയ്ത് തരണം സാറേ. നീ ഇപ്പൊ തന്നെ കാണിച്ച റോങ് സൈഡല്ലേ കാണിച്ചത്? ഞാൻ പിന്നെ പെട്ടെന്ന് സാറിനെ കണ്ടപ്പോൾ വണ്ടി ഇല്ലായിരുന്നു സാർ. ഇതൊക്കെയാണ് നിങ്ങളുടെ പ്രശ്നം. നിനക്ക് സത്യം പറഞ്ഞ നിനക്ക് വണ്ടി തരാൻ പറ്റും, നിന്റെ ലൈസൻസ് പിടിച്ചകത്ത് വെക്കണം.
എന്താണ് സാറേ, ഞാൻ സാറിനെ തിരക്കി സ്റ്റേഷനിൽ പോയിട്ട് വരുന്ന വഴിയാ. അപ്പോഴേ സാർ ഇങ്ങനെ നടന്നു വരണുണ്ട്. സാറിന് ഇപ്പോൾ വണ്ടിയൊന്നും ഇല്ലേ? ഞാൻ വണ്ടി സൈക്കിളൊക്കെ എന്തെങ്കിലും എടുത്തോളാം നിനക്ക്. ഇപ്പം എന്തൊക്കെ വേണ്ടത് എന്താണ്? സാർ ആ വണ്ടിയുടെ കാര്യം ഒന്ന് എങ്ങനെയെങ്കിലും ഒന്ന് സംസാരിച്ചിട്ട് പ്ലീസ് സാർ. നിനക്ക് എന്തിനാ വണ്ടി ഇതുപോലെ റോങ് സൈഡ് പോകാൻ? നീ ഇന്നലെ ഹെൽമെറ്റ് വെക്കാത്തല്ലേ വണ്ടി പിടിച്ചാത്ത വെച്ചത്? സാറേ വീട്ടിൽ പറഞ്ഞേക്കുന്നത് വണ്ടി ഒരു കൂട്ടുകാരന് കൊടുത്തേക്കണം എന്നാണ്. സ്റ്റേഷനിൽ പിടിച്ചായിരുന്നു, വീട്ടുകാർ അറിഞ്ഞിട്ടില്ല. അപ്പോഴെങ്ങനെയെങ്കിലും ഒന്ന് സാറാ, നമ്മൾ അവിടെ പോയപ്പോൾ സാറ് ഇങ്ങനെ വീട്ടിൽ പോയെന്ന് പറഞ്ഞു. അതാ ഞാൻ ഇങ്ങോട്ട് വീട്ടിൽ വന്ന് കാണാമെന്ന് പറഞ്ഞിട്ട് വന്നതാ. അപ്പോൾ സാർ ഇങ്ങനെ നടന്നു വരണുണ്ട്. അങ്ങനെ നീ പോയിട്ട് വൈകുന്നേരമാണ് പാ. നീ വൈകുന്നേരം പാ, ഞാനിവിടെ വീട്ടിൽ നിന്ന് കേട്ട് കഴിച്ചിട്ടൊക്കെ അങ്ങോട്ട് വരാം വൈകുന്നേരം. വൈകിട്ട് സാർ കാണൂല്ലേ സ്റ്റേഷൻ? സാറേ മറക്കല്ലേ സാറേ എൻ്റെ കാര്യം. വീട്ടിൽ അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പ്രശ്നം അതാണ്. നീ നാണ്ട ക്രോസ് ചെയ്യുമ്പോൾ സൂക്ഷിച്ച് ക്രോസ് ചെയ്യാൻ പോകും. ഓ നോക്കി ക്രോസ് ചെയ്യാം സാർ. സാറേ പോ വരാന്ന്. ഓ പിള്ളേരന്മാർക്ക് വണ്ടിയും കൊടുത്തങ്ങ് വിടുന്നുള്ള വീട്ടുകാർ. മറക്കല്ലേ സാർ, ഞാൻ ഇങ്ങോട്ട് വന്നാൽ എനിക്ക് തിരിച്ചു തന്നെ പോകണം. അതാ അതിന് തിരിച്ചു പോ. ആ മക്കളെ നേരത്തെ മക്കള് ഗ്രില്ല അടച്ചിരിക്കുക. ആ തുറന്നാ നേരത്തെ മക്കളെ. ഹലോ, ഇതാര് ബാബാ? എന്റെ പേര് ദേവി. ആണോ? ദേവിയാണോ? ആരാ ദേവി? ആരാ? ഇവിടെ പഠിക്കുന്നേ എന്റെ ഫ്രണ്ടാ. ഷെടേ, ട്യൂഷൻ നേരത്തെ കഴിഞ്ഞപ്പോ ഇവിടെ വന്നോ? ആഹാ, അയ്യോ. അപ്പൊ തുറന്നാ ചേർന്നല്ലോ മക്കളെ. അടച്ചിട്ടില്ലായിരുന്നു, ഇത്രേ ഉള്ളൂ. ആ പോട്ട്, കുഴപ്പമില്ല. മക്കൾ എവിടെ താമസിക്കുന്നേ? ഞാനേ ഹനുമാൻ കോവിലിന്റെ ബാക്കിലാണ് താമസിക്കുന്നത്. ഇവിടെ നമ്മുടെ മിലിറ്ററി ക്യാമ്പ് കഴിഞ്ഞ് പോകുമ്പോ. ആ അവിടെയാണോ താമസിക്കുന്നേ? അപ്പൊ താമസിച്ച് ചെന്നാ വീട്ടിലാരും വഴക്ക് പറയൂലേ? പിന്നെന്താ പോവാത്ത അങ്ങോട്ട്? പോവാ. മാമ, ദേവിന്റെ മാമനെ ദേവിക്ക് ഭയങ്കര പേടിയാന്ന്. ആണോ? എന്തിനാ പേടിക്കുന്നത് മാമനെ? അത് മാമനടുത്ത് മാമൻ നമ്മുടെ അടുത്ത് ഒന്നും മിണ്ടത്തില്ല. മക്കളെ മാമ മക്കളുടെ അടുത്ത് മിണ്ടൂലേ? അയ്യോ, അതെന്താ കാര്യം? അറിയത്തില്ല. ആണോ? അപ്പൊ മക്കൾ അങ്ങോട്ട് പോയി മിണ്ടണം. മാമ മാമ, ഞാൻ മാമന്റെ മോളല്ലേ, എൻ്റെ അടുത്ത് മിണ്ടാത്തെന്ന് ചോദിക്കത്ത് എന്താ? അങ്ങനെ മിണ്ടണ്ടെന്ന് അമ്മ പറഞ്ഞേ. ആണോ? ഓ അത് ശരി. ആ അത് കുഴപ്പമില്ല. വെള്ളം വല്ല എടുക്കണോ? വെള്ളം എടുക്കാം അല്ലേ? വേണ്ടേ? മാമ മാമ, ദേവി ചോദിക്കുന്നേ നമ്മൾ ഇവിടെ എന്താ മതിലില്ലാത്തേന്ന്. ഇവിടെ എന്തിനാ മതില്? എന്തിനാ മതില്? മതിൽ കെട്ടണോ? അത് നമ്മുടെ മാമൻ മതില് കെട്ടാത്തോണ്ടാണ് നമ്മളോട് പിണങ്ങിയത്. ഓ അല്ലെന്തറിയാമോ, നമുക്കിവിടെ മതിൽ വേണ്ടെന്ന് വെച്ചു. കാരണം എൻ്റെ അനിയത്തിയും മോനും ഒക്കെ അല്ലേ താമസിക്കുന്നത്. പിന്നെ എൻ്റെ വീട് അവളുടെ വീട് എൻ്റെ വീടല്ലേ. അപ്പൊ നമ്മൾ മതിൽ വേണ്ടെന്ന് വെച്ചു. അതാ മതിൽ വേണ്ടെന്ന് വെച്ചു. അപ്പൊ ഇവിടെ എന്തിനാ മതില്? ആ മതിലോ? ആ മതിൽ വേറെ ആൾക്കാരുടെ പെരേടോ അല്ലേ? അപ്പൊ വേറെ ആൾക്കാരാണെങ്കിൽ മതിൽ കെട്ടണോ? വേറെ ആൾക്കാരാണെങ്കിൽ സത്യത്തിൽ മതിൽ കെട്ടുണ്ടായിരുന്നു, പക്ഷെ കെട്ടും. എന്നറിയാമോ, ഈ ഇപ്പൊ ജോലിക്കൊക്കെ ആളുകൾ വരുമ്പോ അവർക്കൊരു സംശയം ഉണ്ടാവാൻ പാടില്ലല്ലോ. അല്ലെങ്കിൽ പിന്നെ ഇപ്പുറത്തൊക്കെ ഇങ്ങോട്ടൊക്കെ വരുമല്ലോ, അതിനു വേണ്ടിട്ടാ. നീ എന്തൊരു പണി കാണിച്ചു? നീ എന്ത് പണിയാണ് കാണിച്ചത്? ഞാൻ പിന്നെ ട്യൂഷൻ വിളിക്കാൻ പോയില്ല. ആണോ? അവിടെ ചെന്ന് അവര് പറഞ്ഞു പോയെന്ന് പറഞ്ഞു. അതാണോ മര്യാദ? നിന്റെ അടുത്ത് 1 മണിക്കൂർ ക്ലാസ് വിടുന്നതിന് 1 മണിക്കൂർ മുമ്പ് കൊച്ചു അവിടെ നിൽക്കണം. ആ കൊച്ചു ഒറ്റയ്ക്കാ വന്നത്, പിന്നെ മോളോടുണ്ടായിരുന്നു. ഞാൻ അപ്പുറത്തെ കടയിൽ പോയി ഒരു ചായ അരി ഉണ്ടാക്കി കഴിച്ചിട്ട് പെരിയ അങ്ങോട്ട് നീങ്ങാലോ എന്ന് കരുതിയ അവിടെ ചെന്ന് പത്രം വെച്ച് സൊറ പറഞ്ഞപ്പോൾ സമയം പോയി. ചെന്നപ്പോ പറയാൻ പോയത്. നല്ല ഉത്തരവാദിത്വം തന്നെ. നിന്നെയൊക്കെ വിശ്വസിച്ചിട്ട് ഇറങ്ങി പോണ ഞങ്ങളെ പറഞ്ഞതല്ലേ? അല്ലെങ്കിൽ വന്നല്ലോ. ആ അവൻ വന്ന്, അവൻ വരും. ഇതാണോ തക്കടുണ്ട് അരിയുണ്ട മാമൻ? അരി ഉണ്ടാവൂലോ? ഇതേ കാന്താരി കൂടെ പഠിക്കുന്ന എന്തുവേടെ പേര്? ദേവി. ദേവിയോ? ആ അടിപൊളി പേര്. എവിടാ വീട്? ഹനുമാൻ കോവിലിന്റെ ബാക്കിലാ. ഹനുമാൻ കോവിലിന്റെ മിലിറ്ററി ക്യാമ്പ് കഴിഞ്ഞിട്ടേ അവിടെ എവിടെ? അവിടെ ബാക്കിലൊരു ആ മക്കള് പറഞ്ഞു കൊടുത്താൽ ഇദ്ദേഹത്തിന് അറിയാത്ത സ്ഥലമില്ല ഇവിടെ. ഞാനാണ് ഇവിടുത്തെ, പക്ഷെ എന്നെക്കാളും അറിയാം സ്ഥലങ്ങളൊക്കെ കൂടുതൽ. അവിടെ നമ്മുടെ ഏരിയ, നമ്മുടെ കൂട്ടുകാരൊക്കെ ഉണ്ട്. ഹനുമാൻ കോവിലിന്റെ തൊട്ട് പുറയില് ഒരു ഗേറ്റ് ഉണ്ടല്ലോ, അവിടെ. അത് നമ്മുടെ രഘുവിന്റെ വീട്. അതെന്റെ മാമന്. രഘുവിന്റെ വേലക്കാരിയാണോ? എന്റെ മച്ചമ്പി രഘു എന്ന് പറഞ്ഞ ഒരു പൂലോക തല്ലിപ്പൊളി. അവൻ ഈ വാടിന് വഴക്കുണ്ടാക്കാൻ ആളില്ല. ഒന്ന് പറഞ്ഞ് രണ്ടാമത്തെ വഴക്കാണ്. ഞങ്ങൾ കടവാതൊക്കെ വന്ന് കിടന്നിട്ട് ഇൻസ്റ്റാൾമെന്റ് വരോട്ട് പൂരടിയായിരുന്നു. 2 കസര എടുത്തിട്ട് പൈസ കൊടുത്തില്ല എന്ന് പറഞ്ഞു. ഞാൻ തമാശ ഉള്ളതല്ലേ ഞാൻ പറഞ്ഞത്. രഘുവിന്റെ ഒരു പെങ്ങളുണ്ട്, ഇയാളെ വീടിന്റെ പുറകെ താമസിക്കുന്നത്. അവളെ കണ്ണി കണ്ടാ ചീത്തോളി. അവള് വഴി അടക്കാൻ പോലും സമ്മതിക്കത്തു. അടി കൊണ്ടാണോ ഇല്ലാത്തൊരുത്ത്. പോലീസുകാരൊന്നും അവന്റെ സ്ഥലത്തോട്ട് പഞ്ചായത്ത് തന്നെ അവനെ എഴുത്തല്ലേ.
നല്ല കമ്പനി കേട്ടോ രഘുവിന്റെ ചെറുക്കനായിട്ട്. എന്ത് മക്കളെ പക്ഷേ അല്ല മോള് അടിപൊളി ദേവി സൂപ്പർ. മക്കള് പൊന്ന അല്ലേ? മമ്മ അങ്ങനെ പറഞ്ഞല്ലോ കേട്ടോ, നല്ല മോളാ. നല്ല മോളാ. മക്കളെ വിഷമിക്കണ്ട കേട്ടാ. ഒരു കാര്യം ചെയ്യാം, മാമൻ വന്നിട്ട് അച്ഛൻ്റെ അടുത്തും മാമൻ്റെ അടുത്തും അമ്മയുടെ അടുത്തൊക്കെ ഒന്ന് സംസാരിക്കാം. എന്താ സംസാരിക്കാൻ? സംസാരിച്ചു നോക്കാടെ. രഘുവിനെ ഉപദേശിച്ച് എന്റെ മച്ചമ്പി ഒരു ജില്ല വിചാരിച്ചിട്ട് നടക്കാത്ത കാര്യമാണ്. അച്ചപ്പയുടെ കയ്യിൽ നിൽക്കാം. അപ്പം അറിയാൻ പറ്റും, എനിക്കറിയാം കേട്ടോ. മാമൻ വരാം കേട്ടോ. ചെന്നിട്ട് വാ. അല്ല ഞാനോട് ഇവിടെ വരാം. ഒരു പക്ഷേ ഒരു ആക്രമണം ഉണ്ടാവാൻ തടുത്തിരിക്കാൻ ആൾ വേണമല്ലോ. ഇവിടെ ആക്രമിക്കാനും അടിപിടി കൂടാനൊന്നും അല്ല പോണത്. മനുഷ്യന് മനസ്സിലാവുന്ന ഭാഷ 2 വാക്ക് സംസാരിക്കാൻ പോകും. നടക്കുമെന്ന് നോക്കാം. നടക്കും. മക്കൾ വേഗം അകത്ത് വെച്ചേക്കാം. മക്കൂടെ കൊണ്ട് വാ, നമുക്ക് പോയി ദേവി കൊണ്ടാക്കിയിട്ട് വരാം. നീ അകത്ത് കയറണ അത് അരുണ്ട എന്നാ പോണത്? ഇല്ല, ഞാൻ അവിടെ ഉണ്ട്. വരുമ്പോൾ നിങ്ങൾ രണ്ടെണ്ണം കൊണ്ടുവന്നാൽ മതി. അരിയുണ്ട മേടിക്കാൻ അല്ലടാ പോണത്. വരുന്ന വഴി കടയുടെ വണ്ടികളല്ലേ വരുന്നില്ലേ മച്ചമ്പി? മക്കൾ വാ. ഞങ്ങള് പോയി കാര്യങ്ങളൊക്കെ ഒന്ന് ഒത്തുതീർപ്പാക്കി പറഞ്ഞ് രമ്യത എടുത്തിട്ട് നമ്മൾ വരും. ആരോട് പറയാൻ? ഈ കളിയും ചെരി കഴിഞ്ഞപ്പോൾ വിഷാദ രോഗിയായിട്ട് തിരിച്ചു വരുന്നതാണ് നമ്മളെത്ര കണ്ടേക്കുന്നത്. ഒരു മുറുക്കൂടെ കഴിയും, ചായ മാത്രം കുടിച്ചാലോ? വേണ്ടളിയാ, ഭയങ്കര വേദനയാണ്. ഞാൻ ഇങ്ങനെ കാര്യം ചെയ്യും, അളിയം അത് ചായ കുടിക്കണ്ട. ഞാൻ ഇന്നലെ അടിച്ചതിൽ ഒരു 500 ബാക്കിയുണ്ട്, അത് എടുത്തോണ്ട് വരാം. ഇല്ലടിയാ, കൊടുക്കാല്ലേ? അങ്ങനാണെങ്കിൽ ഒരു ചെറുത്. അപ്പൊ ഇതൊക്കെ മാറ്റി വേണ്ടെന്നേ, ചായ ഊതി കുടിച്ചോളാം. എനിക്ക് കുഴപ്പമില്ല. എന്റെ ചേട്ടാ, ഈ ചേട്ടർക്ക് തല നിറച്ച് പേനാണല്ലോ. ഒരു പേമ്പുഴിപ്പ് തന്നെയാണല്ലേ? തേമ്പുഴിപ്പാണെങ്കിൽ ഇനിയിപ്പോഴേ നീ പേടിക്കണ്ടടി. ഇപ്പൊ എന്തായാലും പേന് കൊന്നുതരാൻ ഒരാളായില്ല. നിനക്ക് ഞാനല്ലേ കൊന്നുണ്ട്, നിന്റെ ആ ജോലി നിന്ന് എനിക്ക് ഒഴിവായി കിട്ടി. എന്തായാലും ഇതാ എന്റെ വീട്. അറിഞ്ഞേട്ടതൊന്നും എന്നും അങ്ങ് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് സ്വന്തമായിട്ട്. അപ്പൊ ഇതാരെ വീടാ? ഇതാണോ മാമന്റെ വീട്? വണ്ടിയുടെ കാര്യമെല്ലാം ഞാൻ വന്നാ മതി. മോളെ എന്താ ഇത്ര വൈകിയേ? അമ്മ അമ്മയെ പോലെ തന്നെ അതാണ് അമ്മ. ഓ ശരി. ഇതെന്റെ ഭർത്താവിന്റെ പെങ്ങളുടെ മോള്. ആ ശരി. സാറ്? ഞാനിവിടെ പൂജപ്പുര സ്റ്റേഷനിലാണ്, പോലീസിലാണ്. ഇതെന്റെ പെങ്ങളുടെ മോനാണ്. ഇവർ ഒരുമിച്ച് ട്യൂഷനും സ്കൂളിലൊക്കെ പഠിക്കുന്നത്. അപ്പൊ മോൾ ഇന്നിപ്പോ വീട്ടിലോട്ട് വന്നിരുന്നു. അപ്പൊ പിന്നെ കൊണ്ടുവിടാനായിട്ട് ഞാൻ ഇങ്ങോട്ട് വന്നതാണ്. എന്താ മോന്റെ പേര്? തക്കുടു. നല്ല പേരാണല്ലോ. എന്താ പിന്നെ ശരി. കേറി വാ സാറേ, ചായ കുടിച്ചിട്ട് പോവാം. വരണം സാറേ, ചായ കുടിച്ചിട്ട് പോവാം. വാ സാറേ. സാർ ഏതായാലും ഇത് ഇവിടുത്തെ എന്റെ വീട്, ഇത് എന്റെ അനിയത്തി, എന്റെ അനിയത്തിന്റെ വീട്, ഇത് പുന്നാരാളിയെ, ഇത് എന്റെ ഭാര്യ, ഇത് നമ്മുടെ ഈ വീട്ടിലെ മോള്. സാറേ ഞങ്ങളെല്ലാവരും കൂടെ സന്തോഷമായിട്ട് ചായ കുടിച്ചോണ്ടിരിക്കുകയായിരുന്നു. വൈകുന്നേരം നമുക്ക് ഒരു ചായ കുടിച്ചിട്ടുണ്ട്. അല്ല സാറേ നമ്മള് വേറൊന്നുമല്ല, ഞാന് മോൾ എന്നോടൊരു കാര്യം പറഞ്ഞായിരുന്നു. അതുകൊണ്ടാണ് ഞാനും കൂടി ഇങ്ങോട്ട് വരാമെന്ന് കരുതിയത്. ഇവിടെ എന്തെങ്കിലും ഈ അതിർത്തിയുടെ പേരിലോ മതിലിന്റെ പേരിലോ അങ്ങനെ എന്തെങ്കിലും തർക്കം എപ്പോഴെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? എപ്പോഴെങ്കിലും അല്ല സാറേ, എന്നും ഉണ്ടായിരുന്നു. ഇന്നലെ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഞങ്ങൾക്കിടയിൽ ഒരു പ്രശ്നമില്ല സാറേ. സാറേ ഇന്നലെ ഞങ്ങളുടെ ഒരു സുഹൃത്ത് ഇവിടെ വന്നിരുന്നു. അദ്ദേഹത്തിൻ്റെ കുറേ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ അതൊക്കെ അടുത്തറിഞ്ഞപ്പോൾ ഞങ്ങളുടെ പ്രശ്നങ്ങളെല്ലാം ഞങ്ങൾ മറന്നു സാറേ. എല്ലാം മാറി. മുജീബേ, മുജീബേ ഒന്നിങ്ങ് വന്നേ. എവിടെന്നാ? വയനാട്. എൻ്റെ ഉമ്മ
വാപ്പ, എൻ്റെ ലൈല, 3 കുട്ടികൾ, 3 പെൺകുട്ടികളായിരുന്നു സാറേ. എല്ലാവരും പോയി. ആട്, മാട്, വീട് എല്ലാം മണ്ണ് തിന്ന് സാറേ. മുജീബ് ഗൾഫിലായിരുന്നു സാറേ. വിവരങ്ങൾ അറിഞ്ഞെത്തിയതാ. വയനാട്ടിലെ ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് സാധനങ്ങൾ കൊണ്ടുപോകുന്ന ഞങ്ങളുടെ കൂട്ടുകാരനാണ് ഇദ്ദേഹത്തെ ഇവിടെ എത്തിച്ചത്. ഞങ്ങളാ പറഞ്ഞു 2 ദിവസം ഒന്ന് മാറി നിൽക്കും. എന്ത് പറഞ്ഞ് ആശ്വസിപ്പിക്കണമെന്ന് ഞങ്ങൾക്കറിയില്ല. മനസ്സിന് ശക്തി വരാനായിട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കും. ഒരു നാട് മുഴുവൻ നിങ്ങളോടൊപ്പം ഉണ്ട്. ഞാനിടയ്ക്ക് വരാം. സുഹൃത്തിനൊരു ആവശ്യം വന്നപ്പോൾ ചേർത്ത് പിടിച്ചില്ലേ, അത് തന്നെ വലിയ കാര്യം. എന്നാ പിന്നെ ഞാൻ ഇനി ദേവി മോളുടെ മാമനും അച്ഛനും മാമിയും അമ്മയും ഈ മതിലിന് വേണ്ടി വഴക്കൊന്നും ഉണ്ടാക്കൂല. വഴക്കുണ്ടാക്കോ? ഒരിക്കലും പോയിട്ടില്ല. ശരി ശരി.